കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മസാല ദോശയുടെ മസാലയാണ്. അതായത് മസാല ദോശയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല രുചിയോടുകൂടി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിലുള്ള മസാല നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങായിരുന്നു എടുത്തിരുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഓരോന്നും 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് പ്രഷർ കുക്കർ തുറന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ കുറേ സമയം അത് കാണിക്കാത്തത്. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് മുഴുവൻ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 3-4 ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ വരെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയൊക്കെ നന്നായിട്ട് വാടി ഇതിൻ്റെ കളറൊക്കെ മാറി വരണം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം മതി. അപ്പോഴേക്കും നന്നായിട്ട് ഇത് റെഡി ആയിക്കോളും. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലകളൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരല്പം ഗരം മസാലപ്പൊടി ചേർക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. മല്ലിയില മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി മസാല ദോശയ്ക്കുള്ള ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശമാവിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അത് മിക്ക ആൾക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ദോശയിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. നെയ്യും കൂടി ചേർത്തിട്ടാണ് പൊട്ടാറ്റോ മസാല വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പൊട്ടാറ്റോ മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്